ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. എത്രയൊക്കെ ആയി എന്ന് പറഞ്ഞാലും എല്ലാവർക്കും എപ്പോഴും ഉള്ള ഒരു സംശയമാണ്, അവൻ അല്ലെങ്കിൽ അവൾ എന്നെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്? എന്നെങ്കിലും ഒരു സമയത്ത് അവൻ എന്നെ ഇട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ അവൾ എന്നെ ഇട്ടിട്ട് പോകുമോ, ഇവരെന്നും എൻ്റെ കൂടെ ഉണ്ടാകുമോ എന്നൊക്കെ അല്ലേ. എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളോട് അവരിഷ്ടമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളെ അവർ സ്നേഹിക്കുന്നത് എങ്കിൽ അവർ ചെയ്യുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരാൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എങ്കിൽ അവർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വിഷമം അവരുടേതും ആയിരിക്കും. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഓർത്തിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ മാത്രം പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. നിങ്ങൾ അത് നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയോട് പറയുകയും ചെയ്തു. അത് കേട്ടപ്പോൾ മുതൽ നിങ്ങളുടെ ആ ഒരു വിഷമം ഓർത്തിട്ട് ആ ഒരു പെൺകുട്ടി വിഷമിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ആൺകുട്ടി നിങ്ങളുടെ ഒരു വിഷമങ്ങളൊക്കെ കേട്ടിട്ട് വിഷമിക്കുകയാണ് നിങ്ങളുടെ ഒപ്പം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിഷമിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നതാണ്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളോ അല്ലെങ്കിൽ തമാശകളോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ചിരിപ്പിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്തും. ഇങ്ങനെയൊക്കെ ആരെങ്കിലും കൂടെ നിന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, പരിഭവം പങ്കുവെക്കലാണ്. അതായത് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളൊരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നത് എങ്കിൽ അവരെ എപ്പോഴും നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പരിഭവങ്ങളൊക്കെ ഇങ്ങനെ പറയും. അതായത് നീ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് വിളിച്ചില്ല, നീ ഇന്നലെ ഫുഡ് കഴിച്ചു എന്നിട്ട് ആ ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു പിക്ക് അയക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് അയച്ചില്ല. ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാരണങ്ങൾ, അതായത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി നിങ്ങളോട് പിണങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ദേ ആർ ഓൾവേസ് തിങ്കിങ് എബൌട്ട് യു. അതായത് അവരുടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ നിങ്ങൾ മാത്രമായിരിക്കും. നിങ്ങളെക്കുറിച്ചിട്ട് എപ്പോഴും സ്വപ്നം കണ്ടിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. എന്നിട്ട് ആ കണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളോടും പറയും. അതായത് ഞാൻ ഇന്ന് ഇങ്ങനെ ആലോചിച്ചു, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ രാത്രി കിടന്നപ്പോൾ ഈ ഒരു കാര്യമൊക്കെയാണ് ആലോചിച്ച് തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വന്ന് പറയുകയും ചെയ്യും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി, അതായത് ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഏത് സമയം നിങ്ങളെ മാത്രം ആലോചിച്ചാണ് നടക്കുന്നത് എങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ആ ഒരു പ്രണയം എന്ന് പറയുന്ന ആത്മാർത്ഥ പ്രണയമാണ്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, യു ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ്. അതായത് അവർക്ക്, അതായത് ആ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളാണ് എല്ലാം. നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും അവരുടെ ലൈഫിൽ. അത്രമാത്രം നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി നൽകുന്ന ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്ന ആത്മാർത്ഥ പ്രണയം തന്നെയാണ്. എന്ത് കാര്യങ്ങൾക്കും നിങ്ങളോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഒപ്പീനിയൻ കേട്ടിട്ട് മാത്രമായിരിക്കും അവർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടി അവർ റെഡിയാണ്, എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കും. ഇങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ അവരെ നിങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയരുത്. കാരണം അവരുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. ആ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളിട്ടിട്ട് പോകത്തില്ല. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ ഈ പറയുന്ന വ്യക്തിക്ക് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതായത് നിങ്ങളുടെ കുറ്റം അതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ പറയുകയാണ്, ആ കേട്ട കുറ്റം ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് തീരെ സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരവിടെ പോയി കിടന്ന് വഴക്കുണ്ടാക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ കുറ്റം അല്ലെങ്കിൽ ചെറിയ ഒരു കാര്യം നിങ്ങളുടെ മറ്റുള്ളവർ പറയുന്നത് പോലും
അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളെ അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത്. പിന്നെ നമ്മുടേതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എല്ലാവരും ഒന്ന് സ്വയം വിലയിരുത്തുക. അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ നല്ലൊരു ഭാഗ്യവാനോ അല്ലെങ്കിൽ ഭാഗ്യവതിയോ ആണ്. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ പ്രണയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.